ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ സോറി, എനിക്ക് ഇക്കിട്ടം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് കരയുന്നു. ഭൂമിയുടെ ഏതറ്റത്താണെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓൺ ട്രാക്കിലേക്കാണ്. അതായത് ഈ പേഴ്സൺ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾക്കും യാത്ര ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് വർക്ക് ചെയ്യുകയും അതുപോലെ നാട്ടിൽ നിന്നും അകന്നു നിൽക്കുന്ന ഇപ്പൊ കേരളത്തിൽ സപ്പോസ് ഈ വ്യക്തിയുടെ വീട് ഇപ്പൊ തൃശ്ശൂരാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ പേഴ്സൺ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അന്യ സംസ്ഥാനത്തായിരിക്കും, തമിഴ്നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ വേറെ കൺട്രിയിലായിരിക്കും. ഓക്കെ, അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ സൗദിയിലോ അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ദൂരമാണ് കാണിക്കുന്നത്. വീട് വിട്ട് നിൽക്കുന്ന ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ട്രാക്കിലേക്ക്, അതായത് നിങ്ങളായിട്ടുള്ള പ്രണയബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ മര്യാദക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ലവ് ട്രാക്കിലേക്ക്, നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നു. അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ജോലിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരുപാട് കഷ്ടപ്പാടെടുക്കണം, എന്തോ ഒരു ജോലി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു ജോലിയും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഒരുപാട് ജോലികൾ ചെയ്യുന്നു. ഇപ്പോൾ ഓൾറെഡി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ വേറെ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനോ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനോ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഈ പേഴ്സണ് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വി ഹാവ് ടു മെനി ഡിഫറൻസസ് എന്നാണ്. ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള താരതമ്യപ്പെടുത്തലാണ്, ഡിഫറൻസസ് ആണ്. ചിലപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ അടിപൊളിയായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ഈ പേഴ്സൺ അങ്ങനെയല്ല. ഈ പേഴ്സൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വീടില്ലാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ വീട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകാം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം. ഇപ്പോൾ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെങ്ങന്മാര്, അനിയന്മാര്, ചേച്ചിമാര്, ചേട്ടന്മാര് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യവും കൂടി നോക്കേണ്ട അവസ്ഥ, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരുപാട് ബാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ബാധ്യത എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും ബാധ്യത ഈ പേഴ്സന്റെ അല്ല, വേറെ ആൾക്കാരുടെയാണ്. അവരുടെയും കൂടി ഈ പേഴ്സൺ ചെയ്യേണ്ട ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ അനിയൻ ഉണ്ടെങ്കിൽ അനിയനെയും കൂടി നോക്കേണ്ട അവസ്ഥ. ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി നോക്കേണ്ട അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരുപാട് പണത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു നെട്ടോട്ടത്തിലാണ് ഈ പേഴ്സൺ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ തറങ്കലിലാക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ട് ഒന്നിക്കുന്ന കാര്യത്തിൽ അസൂയ ഉള്ളവര്, അവര് അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സന്റെ വീട്ടുകാരിൽ നിന്നാണ്.
നിങ്ങളുടെ വീട്ടുകാരിനേക്കാൾ കൂടുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ വീട്ടുകാരിൽ നിന്നാണ്, ഈ പേഴ്സന്റെ ഫാമിലിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കൂട്ടുകാരിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ ആണ് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപക്ഷെ ഈ പേഴ്സണോട് പറയുന്നുണ്ടാകാം, നിനക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് നീ പ്രണയിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നീ അവന്റെ കൂടെ പോയാൽ ശരിയാവില്ല, നീ അവളുടെ കൂടെ പോയാൽ ശരിയാവില്ല, നിനക്ക് നിന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയും അതിനനുസരിച്ച് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തറങ്കലിലാണ് ആള്, ഒരു കേഴ്സിന് അകപ്പെട്ടു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോ പറയില്ല, ഒരു ശാപത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയി, അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളെ കാണണം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് വിചാരിച്ചാൽ പോലും സാധിക്കാൻ പറ്റാത്ത അവസ്ഥകൾ കാണിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ പേഴ്സണ് അതിന് സാധിക്കാത്തത്. ഓക്കെ, പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ലെറ്റ് ദം ഗോ ട്രീ എന്നാണ്. നമുക്കറിയാം, വേണ്ടാത്ത മരമാണെങ്കിൽ വെട്ടിക്കളയുന്നത് തന്നെയാണ് നല്ലത്. ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ അത് വെട്ടിക്കളയ, അല്ലെങ്കിൽ വെട്ടി മാറ്റിയിട്ട് കത്തിച്ചു കളയ, അത് ചാരമാക്കി കളയ, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എടുക്കുക. ഇവിടെയും അത് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ ഈ പേഴ്സന്റെ കൂടെ ഒരുപാടുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അവരുമായിട്ടുള്ള ചെങ്ങാത്തം വേണ്ട, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കണക്ഷൻ വേണ്ട എന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുമായിട്ടുള്ള കണക്ഷൻ ചെയ്തിട്ട് ഈ വ്യക്തിക്ക് എന്താണ് കിട്ടുന്നത്, ഈ വ്യക്തി എന്താണ് നേടിയെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കണക്ഷൻസ് ഒന്നും വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു കളിപ്പാവയായി മാത്രം ജീവിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ എപ്പോഴും മറ്റുള്ളവർക്കാണ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ, മറ്റുള്ളവർ പറയുന്നത് പോലെ അനുസരിക്കുക, അതിലാണ് ഈ പേഴ്സൺ എപ്പോഴും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പേഴ്സൺ ഇനി അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. കാരണം ഈ പേഴ്സണ് സ്വന്തമായിട്ടുള്ള ഒരു ചിന്താഗതിയുണ്ട്, തീരുമാനങ്ങളുണ്ട്. അതായിട്ട് പൊരുത്തപ്പെട്ട് അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാർമിക് ഡെപ്റ്റ്, അതായത് ചില കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടെ ഈ പേഴ്സണെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്നത് പോലെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ, ബാധ്യതകള്, റെസ്പോൺസിബിലിറ്റീസും ഒരുപാട് കടമകൾ, അത് അവർക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കണം, ഇവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കണം. ഇപ്പൊ വീടില്ലാത്ത അവസ്ഥ, സ്വന്തമായിട്ടൊരു വാഹനം പോലും ഇല്ലാത്ത അവസ്ഥ, വാഹനം നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ വീടില്ലാത്ത അവസ്ഥ, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. കടങ്ങൾ വീട്ടുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ കർമ്മസമ്മതമായിട്ട് ചില കാര്യങ്ങൾ ഈ പേഴ്സൺ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കർമ്മം കൂടി ചുരുളഴിയുന്നത് കൊണ്ടാണ് ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് കൂടിച്ചേരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പൊ കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക, കല്യാണം കഴിക്കുക, ഒന്നിക്കുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മര്യാദക്ക് മുന്നോട്ട് പോകാം. ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ലെങ്കിൽ ലവ് അഫെയർസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, എന്തും ആയിക്കോട്ടെ. പക്ഷെ അത് അത്രയും സിമ്പിൾ ആണ് ആ ഒരു കാര്യം. പക്ഷെ എങ്കിൽ പോലും എന്തുകൊണ്ട് സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മസമ്മതമായിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. കർമ്മസമ്മതമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കിടക്കുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ അത് ചെയ്യാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ എക്സ്പെക്ട് മിറാക്കിൾസ് എന്നാണ്. എപ്പോഴും അതിശയങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങളിൽ എപ്പോഴും വിശ്വസിക്കാനാണ് ഇവിടെ ഹോളി സ്പിരിറ്റ് പറയുന്നത്. ഇവിടെ യേശുദേവനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, പരിശുദ്ധാത്മാവിനെയും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാകാം. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം.
പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കൊണ്ടുതരുന്ന ദൈവങ്ങളാണ് ഇതൊക്കെ. ഹനുമാൻ സ്വാമി, ഭദ്രകാളി ദേവി, ഇവരെയൊക്കെ ഭജിക്കുന്ന ആൾക്കാര്, അതുപോലെ യേശുദേവൻ, ഇവരെയൊക്കെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്നുള്ളൊരു മിറാക്കിൾസ് ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണും പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അപ്പൊ പെട്ടെന്നൊരു മിറാക്കിൾസ് ആണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ റിയൽ ആയിട്ട് നിൽക്കുന്നത്, സത്യസന്ധമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയം മാത്രമാണ്. അത് നമുക്കിവിടെ എഴുതി ഒപ്പിട്ട് തരാൻ പറ്റും. കാരണം ബാക്കിയെല്ലാം കാപട്യ മുഖങ്ങളാണ്. ഇപ്പോൾ ഈ പേഴ്സണെ കൊണ്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് മറ്റുള്ളവർ ഈ പേഴ്സന്റെ ഒപ്പം നിൽക്കുന്നത്, അല്ലാതെ ഈ പേഴ്സണോടുള്ള യഥാർത്ഥ സ്നേഹത്തോടു കൂടിയൊന്നുമല്ല. അപ്പൊ ഇവിടെ ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ മാത്രമാണ്. അങ്ങനെ ഒരു റിയാലിറ്റി, ഇവിടെ പ്രണയം മാത്രമാണ് റിയൽ ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരു ദിവസം തക്കതായിട്ടുള്ള ഒരു അത്ഭുതം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഈ പേഴ്സന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കുടുംബജീവിതം തന്നെയാണ്. ആ ഒരു കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഫാമിലി എനർജി തന്നെയാണ് ഈ പേഴ്സൺ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു കുടുംബം, അല്ലെങ്കിൽ ഒരു ഫാമിലി, കുട്ടികളൊക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫാമിലി പടുത്തുയർത്തണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലവ് ആണ്. ദ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദ ഡിവൈൻ ലവ് ആണ്. ഇതൊരു ദൈവികമായിട്ടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഏതൊരു ദൂരത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും, ഏത് ഭൂമിയുടെ അറ്റത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരണം. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സന്റെ മനസ്സ് വെമ്പിക്കൊണ്ട് നിൽക്കുന്നത്, വേദനിച്ചുകൊണ്ട് നിൽക്കുന്നത്, ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഈ പേഴ്സണെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം. ജോലി ഉണ്ടാകാം, വരുമാനം ഉണ്ടാകാം, കൂട്ടുകാര്, വീട്ടുകാര്, നാട്ടുകാര്, എല്ലാവരും ഉണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ സ്നേഹം, ആ ഒരു ആത്മാർത്ഥ സ്നേഹം, അതിലാണ് ഈ പേഴ്സന്റെ ഹൃദയത്തെ തളച്ചിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഹൃദയം കോർത്തിണക്കി ഇട്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഹൃദയത്തിൽ കോർത്തിണക്കി ചേർത്ത് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി നോക്കാം. എന്തായാലും ഈ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് നന്നായിട്ട്. ഇപ്പൊ നിങ്ങളാണെങ്കിലും പലപ്പോഴും ഈ പേഴ്സണോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പരാതികൾ നിങ്ങൾ പറയുന്നുണ്ടാകാം. പക്ഷേ ഈ പേഴ്സണും വിഷമിക്കുന്നുണ്ട്. അത് പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം. 11 നമ്പർ കിട്ടിയിട്ടുണ്ട്. ജനുവരി മാസം, സാറ്റർഡേ, ട്രാവൽ ആൻഡ് ടൂറിസം, മെയ് മന്ത്, 144, അതൊരു ഏഞ്ചൽ നമ്പറാണ്. വിത്തിൻ 3 months, 3 മാസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസം, ട്രഡീഷണൽ ഫെസ്റ്റിവൽ, പള്ളിപ്പെരുന്നാള്, ഉത്സവം, അങ്ങനത്തെ കാര്യങ്ങൾ, ഇമ്മെച്ചൂർഡ്, പക്വതയില്ലായ്മ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.